Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala atammanil akmalani ala khatamil anbiya'i wal mursalin. Nabiyyina Muhammadin wa ala alihi wa ashabihi wa ahli baitihi tayyibin at-tahirin. Wa man tabi'ahum bi ihsanin ila yaumiddin wa ba'd. സഹോദരന്മാരെ, മേലായവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം പ്രാർത്ഥനയുടെ ചില മര്യാദകൾ. പ്രാർത്ഥന അത് സന്തതികൾക്ക് വേണ്ടിയാകുമ്പോൾ നമ്മുടെ സന്താനങ്ങൾ സൽഗുണമുള്ള, സൽസ്വഭാവമുള്ള, സന്മാർഗസിദ്ധികളായ, സച്ചരിതരായ സന്തതികളാവുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. എങ്കിൽ അതിനായി നമ്മൾ എങ്ങനെ ദുആ ചെയ്യണം? ദുആഇൻ്റെ ചില മര്യാദകൾ, അതോടൊപ്പം സന്തതികളുടെ വിഷയത്തിൽ ദുആയാകുമ്പോൾ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സംസാരത്തിൻ്റെ ഭാഗം. ഒപ്പം അള്ളാഹുവിൻ്റെ ഖൈറുൽ വാരിസീൻ എന്ന നാമത്തിൻ്റെ തേട്ടവും പൊരുളും. കാരണം ഈ ഖൈറുൽ വാരിസീൻ എന്ന അള്ളാഹുവിൻ്റെ ഗുണം, വിശേഷണം, അത് വന്നതൊരു ദുആയുമായി ബന്ധപ്പെട്ടാണ്. പ്രസ്തുത ദുആ ഒരു സന്തതിക്ക് വേണ്ടിയുള്ള ദുആയാണ്. അതും വിശിഷ്ടനായ ഒരു പ്രവാചകൻ്റെ അധരങ്ങളിലൂടെ. സക്കരിയ അലൈഹിസ്സലാം തനിക്കൊരു കുഞ്ഞിന് വേണ്ടി മേലായവനോട് കേണ ദുആവചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വസക്കരിയ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദ വ അൻത ഖൈറുൽ വാരിസീൻ. സക്കരിയ അലൈഹിസ്സലാം തൻ്റെ റബ്ബിനെ വിളിച്ച് ദുആ ഇരുന്ന സന്ദർഭം നിങ്ങൾ ഓർക്കണം. എന്താണ് അദ്ദേഹത്തിൻ്റെ ദുആ? റബ്ബി ലാ തദർനി ഫർദൻ, എൻ്റെ റബ്ബേ, നീ എന്നെ തനിച്ചാക്കി വിടരുതേ. വ അൻത ഖൈറുൽ വാരിസീൻ, നീ ഖൈറുൽ വാരിസീൻ ആയിരിക്കെ. ഖൈറുൽ വാരിസീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരിക്കലും മരണമില്ല, അവനൊടുക്കമില്ല, നാശമില്ല.
അവനൊഴികെയുള്ളതൊക്കെ നാശവും മരണവുമൊക്കെ വിധിക്കപ്പെട്ടതാണ്. എല്ലാത്തിനെയും അനന്തരമെടുക്കാൻ മേലായവൻ ഇവിടെ ശേഷിക്കും. വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്, വാനങ്ങളുടെ ഭൂമിയുടെ അവകാശം, അനന്തരമായ അവകാശം അത് അള്ളാഹുവിന് പ്രത്യേകമാണ് എന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിൽ പലയിടത്തും വായിക്കുന്നു. അപ്പോൾ ഇവിടെ പലരും പലതും ഉടമപ്പെടുത്തുന്നുണ്ട്, താൽക്കാലികമായെങ്കിലും. അവരുടെ ഉടമാവകാശം താൽക്കാലികമാണ്. കാരണം എത്ര ഉടമപ്പെടുത്തുന്നവരുണ്ടോ അവരൊക്കെയും ഇന്നല്ലെങ്കിൽ നാളെ ആ ഉടമപ്പെടുത്തിയതിനെ വിട്ടേച്ച് പോകണം. എല്ലാവർക്കും മരണമുണ്ട്. ഈ ഉലകത്തിന് ഒരു ഒടുക്കമുണ്ട്. എല്ലാവരും മരിച്ചാൽ, എല്ലാവർക്കും ഒടുക്കമായാൽ എല്ലാത്തിനെയും അനന്തരമാക്കുന്നവൻ ആരാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഖൈറുൽ വാരിസീനാണ്. ഒരു മരണമോ ഒരു മയക്കമോ ഒരു ഉറക്കമോ ഒരു നാശമോ ഇല്ലാതെ എല്ലാത്തിനെയും പൂർണ്ണ അർത്ഥത്തിൽ അനന്തരമെടുക്കുന്ന മേലായവനാണ്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ഇരുന്നത് നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു സൽസന്തതിയാണ്. ആ ആഗ്രഹം സഫലമാക്കുവാൻ അദ്ദേഹം പല സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തത് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ റബ്ബി ലാ തദർനി ഫർദൻ, റബ്ബെ നീ എന്നെ തനിച്ച് വിടരുത് എന്നാണ്, ഒറ്റക്കാക്കല്ലേ. എന്നിട്ട് വാൻത ഖൈറുൽ വാരിസീൻ, അള്ളാഹിൻ്റെ ഖൈറുൽ വാരിസീൻ എന്നുള്ള ആ ഒരു ഗുണത്തെ അവന് ഏറ്റു പറഞ്ഞ് ആ ദുആ സമർപ്പിക്കണം. സൂറത്ത് മറിയമിൽ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സന്താന ലബ്ധിക്ക് വേണ്ടി നടത്തിയ ദുആയിൽ അദ്ദേഹം നബിയാണ്, മഹാനാണ്, കറാമത്തിന് പാത്രീഭൂതനായ പ്രവാചകനാണ്. എന്നിട്ട് അദ്ദേഹം തനിക്കൊരു കഴിവോ ശേഷിയോ ഇല്ല, എല്ലാം മേലായവൻ്റെ എന്ന് പറഞ്ഞാണ് ഇദ്നാദ റബ്ബഹു നിദാഅൻ ഖഫിയ്യ, വളരെ വ്യംഗ്യമായി ഗോപ്യമായി റബ്ബിനെ വിളിക്കുന്നത്. അതും ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅസു ശൈബ എന്നാണ്. അദ്ദേഹത്തിൻ്റെ എല്ല് ശോഷിച്ചു, പുറമോ വഷ്തഅല റഅസു ശൈബ എന്നാണ്, തല നിരച്ചു എന്നാണ്. അപ്പോൾ അകവും പുറവും അശക്തമാണ് എന്നത് അദ്ദേഹം സമ്മതിക്കുകയാണ്. അസ്ഥി എല്ല് അത് ശോഷിച്ചു, പുറമേക്കോ അതും ദുർബലമാണ് എന്നതിൻ്റെ ലക്ഷണമാണ്, ആകെ നിരച്ചു വെളുത്തു എന്നുള്ളത്. മാത്രമല്ല വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ എന്നാണ്. അള്ളാഹിനോട് പറയാണ്, റബ്ബേ ഞാൻ നിന്നോട് ദുആയിരന്നിരുന്നു, ആ ദുആയിലൊന്നും ഞാൻ ഭാഗ്യദോഷിയായിട്ടില്ല, ഭാഗ്യം കെട്ടവനായിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ മുമ്പ് ഞാൻ ദുആയിരന്നതൊക്കെയും റബ്ബേ നീ എനിക്ക് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ ഈ ഒരു ദുആയും നീ കേൾക്കണമേ അള്ളാഹിനോട് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ദുആയിരക്കേണ്ടത്. നമുക്കൊരു കഴിവുമില്ല, നമുക്കൊരു ശക്തിയുമില്ല, എല്ലാം മേലായവന് മാത്രം. അതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരാശയം. ഒരു കഴിവും ഒരു ചലനശേഷിയും എനിക്കില്ല, എല്ലാം അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രം എന്നാണ്. അപ്പോൾ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ദുർബലത അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ്, അള്ളാഹുവിൻ്റെ കഴിവിൽ മാത്രമാണ് പ്രതീക്ഷ എന്നുള്ളത് പറഞ്ഞ്, മുമ്പ് തൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ മേലായവൻ നൽകിയിട്ടുണ്ട്. വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ, എൻ്റെ റബ്ബേ നിന്നോടുള്ള ദുആയിൽ ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായിട്ടില്ല, എല്ലാം നീ എനിക്ക് അരുളിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു ദുആയും കേൾക്കണമേ എന്ന് പറഞ്ഞാണ് ദുആയിരന്നത്. അതേപോലെ മറ്റൊരിടത്ത് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ റബ്ബിനോട് അവിടെ വെച്ച് ദുആ ചെയ്തു എന്നാണ്. അത് മറിയമിൻ്റെ അടുക്കൽ അത്ഭുതം കണ്ടതിൽ, അത് മേലായവനിൽ നിന്നുള്ള അനുഗ്രഹമാണ് എന്ന് മറിയം പറഞ്ഞതിൽ
മേലായവനിൽ പ്രതീക്ഷയുള്ളവനായിട്ട് സക്കരിയ നടത്തിയ ദുആയാണ്. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ എന്നാണ്. റബ്ബേ, നീ എനിക്ക് നിന്റെ പക്കൽ നിന്നൊരു ത്വയ്യിബത്തായ സന്തതിയെ തരണേ എന്നാണ്. ത്വയ്യിബത്ത്, വിശിഷ്ടമായ സന്താനത്തെ തരണേ എന്നാണ് ദുആ ചെയ്തത്. ഒരു സന്താനത്തെ എന്നല്ല പറഞ്ഞത്, പിന്നെയോ ദുർരിയതൻ ത്വയ്യിബതൻ, വിശിഷ്ടമായ സന്തതിയെ തരണേ എന്നാണ് ദുആ ചെയ്തത്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയിൽ നമ്മൾ കേൾക്കുന്നത്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ സന്തതിയെ തരണേ എന്നാണ് ആര് പറഞ്ഞത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്തത്. ആ ദുആയുടെ ഖബൂലിലാണ് ഇസ്മായിൽ എന്ന സ്വാലിഹായ സന്തതി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അപ്പോൾ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നുള്ള ആ ദുആ വചനങ്ങൾ ഒക്കെയും അറിയിക്കുന്നത് എന്താണ്? ദുആയുടെ മര്യാദ. അതേപോലെ ഏതൊരു വിഷയത്തിനാണ് ദുആ ഇരക്കുന്നത്, ആ ദുആ ഇരിക്കുന്ന വിഷയത്തിലുള്ള തികഞ്ഞ ഉൾക്കാഴ്ച. അതുകൊണ്ട് തന്നെ ദുആ ലക്ഷ്യം കണ്ടു, ദുആ അർശിനെ മുട്ടി, അത് ഉപരിലോകം സ്വീകരിക്കാൻ ഇടതടവുണ്ടായില്ല എന്നുള്ളതാണ്. ഇവിടെ റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ എന്ന് പറഞ്ഞ് ദുആ ചെയ്തപ്പോൾ എന്താ ഉണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫസ്തജബ്നാ ലഹു എന്നാണ്. സക്കരിയാക്ക് നാം ഉടനടി ഉത്തരം നൽകി എന്നാണ്, പെട്ടെന്ന് ഉത്തരം നൽകി എന്നുള്ളതാണ്. ആ ഉത്തരം നൽകിയതിനെ കുറിച്ച് നമ്മൾ മറ്റിടത്ത് വായിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു വിളിക്കുകയാണ്, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിയഹ്യ. സക്കരിയ, നാം നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. എന്ത് സന്തോഷ വാർത്ത? യഹ്യ എന്ന് പറയുന്ന കുഞ്ഞുണ്ടാകുന്നു എന്നുള്ള സന്തോഷ വാർത്ത. യഹ്യ എന്ന് പറയുന്ന കുഞ്ഞ് അത് നിങ്ങൾക്ക് പിറക്കാൻ പോകുന്ന യഹ്യയാണ് യോഹന്നാൻ. കുഞ്ഞിനെ നൽകി, കുഞ്ഞുണ്ടാകാനുള്ള കരുത്ത് നൽകി, കുഞ്ഞിന് പേര് നൽകി എന്നാണ്. ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു പേര് മുമ്പ് നൽകിയിട്ടില്ല. പക്ഷേ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ കുഞ്ഞിന് യഹ്യ പേരും നൽകി അല്ലേ. അള്ളാഹു സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയെ നേരിട്ട് കുഞ്ഞുണ്ടാകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ചു, അതൊന്ന്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സംഘം മലക്കുകളെ നിയോഗിച്ചു. എന്തിന്? ഈ സുവിശേഷം അദ്ദേഹത്തിന് മറ്റൊരു നിലക്ക് അറിയിക്കുന്നതിന് വേണ്ടി. അപ്പോൾ സന്തോഷത്തിന്മേൽ സന്തോഷം. അതെവിടെ വായിക്കുന്നത്? ഫനാദതുഹുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ. മിഹ്റാബിൽ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാദതുഹുൽ മലായിക, മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചു എന്നാണ്. ഒരു മലക്കല്ല, സാധാരണ മലക്ക് ജിബ്രീലാണ് മാനം ഇറങ്ങുക. ഇത് ജിബ്രീലിനോടൊപ്പം വേറെയും മലക്കുകൾ മാനമിറങ്ങി അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുക, അദ്ദേഹത്തെ വിളിക്കുകയാണ്. എന്ത്? അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ, യഹ്യ എന്ന കുഞ്ഞ് നിങ്ങൾക്ക് പിറക്കാനിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ പ്രാർത്ഥന അത് മേലായവനോട് അതിൻ്റെ മര്യാദകളിൽ തങ്ങളുടെ അശക്തതയും ദുർബലതയും തങ്ങൾക്ക് വകവെച്ച്, മേലായവൻ്റെ കഴിവും ശക്തിയും മേലായവന് വകവെച്ച് ദുആയിരന്നാൽ മേലായവൻ കനിയും നൽകും എന്നതിൻ്റെ ഒരു ചരിത്ര സാക്ഷിയാണിത്. പിന്നെ ആ ദുആയിൽ ദുർരിയതൻ ത്വയ്യിബതൻ എന്നാണ് ദുആ ചെയ്തത്. നല്ല ഒരു സന്തതിക്ക് വേണ്ടി ദുആ ചെയ്തു. വജഅൽഹു റബ്ബി റദിയ എന്നാണ്. എല്ലാവർക്കും തൃപ്തിജനകമായ ഒരു സന്തതിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ദുആ. അതുകൊണ്ട് തന്നെ യഹ്യ അദ്ദേഹത്തെക്കുറിച്ച് എന്താ പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്യ എന്ന കുഞ്ഞിനെ നൽകി എന്നുള്ള സന്തോഷ വാർത്ത അത് മലക്കുകളിലൂടെ പകർന്നിട്ട് മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ് വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ എന്നാണ്.
കുഞ്ഞിന് 4 സുവിശേഷങ്ങൾ, സന്തോഷ അറിയിപ്പുകൾ കുഞ്ഞിൻ്റെ വിഷയത്തിൽ. എന്താ? യഹ്യ എന്ന കുട്ടി, അത് മുസദ്ദിഖൻ ബി കലിമത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള കലിമത്തിനെ സത്യപ്പെടുത്തുന്ന കുട്ടിയാണ്. അള്ളാഹുവിൽ നിന്നുള്ള കലിമത്ത് എന്ന് പറഞ്ഞാൽ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം, യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ സമകാലീനനാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. ഈസ അള്ളാഹിൻ്റെ കലിമത്താണ്. അള്ളാഹിൻ്റെ കലിമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു കുൻ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കൽപ്പനയിലുണ്ടായ കുഞ്ഞാണ്. ഒരു പിതാവ് പിതാവിൻ്റെ സാന്നിധ്യത്തിൽ പിറന്ന കുഞ്ഞല്ല ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് കുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽപ്പിക്കുന്നതെന്ന് അത് ഉണ്ടാകുമെന്നുള്ളതാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം, അള്ളാഹിൻ്റെ അടുക്കൽ ഈസായുടെ ഉപമ ആദമിൻ്റെ ഉപമയാണ്. ഈസാക്കുള്ള വർണ്ണന ആദമിനുള്ള വർണ്ണനയാണ്. ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു ആദമിനെ മണ്ണിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടായി. വാപ്പല്ലമ്മല്ല. ആദമിനെ ഒരു ഗർഭപാത്രം പേറിയിട്ടില്ല. ആദമിനെ ഒരു മുതുക് വഹിച്ചിട്ടുമില്ല. അള്ളാഹു ഉണ്ടാകാൻ പറഞ്ഞപ്പോൾ ഉണ്ടായി. അതേപോലെ തന്നെ ഈസയും അള്ളാഹുവിൻ്റെ കലിമത്താണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കുൻ എന്നുള്ള ആ ഒരു വചനാണ്, അതിൽ ഉണ്ടായ സൃഷ്ടിയാണ്. അങ്ങനെയുള്ള ഈസ യഹ്യക്ക് സമകാലീനനാണ്. അതുകൊണ്ട് ഈ യഹ്യ മുസദ്ദിഖൻ ബി കലിമത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള കലിമത്ത് ഈസയെ സത്യപ്പെടുത്തുന്നവനാണ്. അതൊന്ന്. രണ്ടാമത്തേത് വസയ്യീദൻ, ഈ യഹ്യ സയ്യീദാണ്. സയ്യീദ് എന്ന് പറഞ്ഞാൽ നേതാവ്. നേതാക്കന്മാർ പല കോലത്തിലുണ്ട്. പക്ഷെ പുണ്യത്തിൽ, നന്മയിൽ, സൽവൃത്തർക്ക് നേതാവാകുക എന്ന് പറഞ്ഞാൽ വജഅൽനാലിൽ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞില്ലേ, മുത്തഖീങ്ങൾക്ക് നീ ഞങ്ങളെ ഇമാമാക്കണമേ എന്ന് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഇബാദുർ റഹ്മാൻ്റെ ദുആയിൽ പഠിപ്പിച്ചില്ലേ. നമ്മൾ ദുആ ചെയ്യാനാണ്. അങ്ങനെയാണ് ഇബാദുർ റഹ്മാൻ, അള്ളാഹിൻ്റെ ഇഷ്ടദാസന്മാർ എന്ന അറിയിപ്പ് തന്നതാണ്. അപ്പോൾ വിശിഷ്ടന്മാർക്ക് നേതാവാകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഔദാര്യമാണ്, മേലായവൻ്റെ ഔദാര്യം. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഇന്ന ബിനി ഹാദാ സയ്യിദ്, എൻ്റെ ഈ മകൻ സയ്യിദാണ് എന്ന് പറഞ്ഞു. ആരാ ഹസൻ ഇബ്നു അലി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി. ഹസൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിലഷിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ സയ്യിദായി. എന്നാ സയ്യിദായത്? മുസ്ലിം ലോകം 2 കക്ഷികളായി വഴിമാറി ഒരു കൂട്ടരെ സമ്മതിക്കാത്ത വിധം വിഘടിച്ച് നിന്ന ഒരു സാഹചര്യം ചരിത്രത്തിൽ പിൽക്കാലത്തുണ്ടായി. അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം അമവികളെ പക്ഷം പിടിച്ച ഒരു വിഭാഗം, അഹ്ലുൽ ബൈത്തിനെ പക്ഷം പിടിച്ച ഒരു വിഭാഗം, അങ്ങനെ 2ആയി ഘടിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ 2 കൂട്ടർക്കും സയ്യിദായി ഫാത്തിമയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുമ നേതാവായി. ഹസൻ സ്ഥാനമൊഴിഞ്ഞു, മുആവിയ സ്ഥാനാരോഹണം നടത്തി. ഈ 2 കൂട്ടർ ഐക്യപ്പെട്ടു. ഇതല്ലേ, അതിൽ ക്രെഡിറ്റ് മുആവിയക്കല്ല, ഐക്യപ്പെട്ടവർക്കുമല്ല. അവർക്കൊക്കെ അതിൻ്റെ ഒരു നന്മയുടെ ഭാഗം ഉണ്ടായേക്കാം, പക്ഷെ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ആരിലേക്കാ? അത് ഹസൻ ഇബ്നു അലിയിനാണ്. അതാണ് നേതൃത്വം. തങ്ങളാൽ നന്മ ലോകത്ത് കൈവരിക, അനൈക്യം അത് ഒഴിവാക്കപ്പെടുക, ആളുകളുടെ ഹൃദയങ്ങൾ ഒന്നിക്കുക, നന്മയിൽ മനുഷ്യർ ഒത്തുകൂടുക, അതിനൊരാൾ കാരണക്കാരാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ നേതൃത്വം. അതാണ് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുമ, ഇന്ന ബിനി ഹാദാ സയ്യിദ് അല്ലേ. അതേപോലെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ പറഞ്ഞില്ലേ, ഖൂമു ഇലാ സയ്യിദിക്കും, നിങ്ങളുടെ സയ്യിദ് അദ്ദേഹത്തിലേക്ക് എഴുന്നേൽക്കൂ എന്നാണ് പറഞ്ഞത്. സഅദ് ഇബ്നു മുആദ് കാല് മുറിഞ്ഞ് ഖന്തഖ് യുദ്ധത്തിൽ അമ്പേറ്റ് പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം തിരുസവിധത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ് ഒരു വാഹനത്തിൽ. അപ്പോൾ അദ്ദേഹത്തിലേക്ക് എഴുന്നേറ്റിട്ട് അദ്ദേഹത്തെ ഇറക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്,
നേതാവ് വരുമ്പോൾ എഴുന്നേറ്റിക്കാനുള്ള ഹദീസല്ലത്. ചിലരങ്ങനെ മനസ്സിലാക്കിയത് നേതാക്കന്മാർ വരുമ്പോൾ എഴുന്നേറ്റൊന്ന് സ്വീകരിക്കണമെന്ന്. അതിന് ഇത് ഉദ്ധരിക്കാറുണ്ട്. ഇതല്ല. ഇത് സഅദ് ബിൻ മുആദിന് കാലിന് അമ്പേറ്റ് അദ്ദേഹം അവശനായിരുന്നു, രോഗത്തിലായിരുന്നു. ബനു ഖുറൈള ഗോത്രക്കാരുടെ വിഷയത്തിൽ അവർ വിധികർത്താവായി നിശ്ചയിച്ചത് സഅദ് ബിൻ മുആദിനെയാണ്. അപ്പോൾ ആ വിധി പറയാൻ വേണ്ടിയിട്ട് സഅദ് ബിൻ മുആദിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖൂമു ഇലാ സയ്യിദിക്കും, നിങ്ങളുടെ നേതാവിലേക്ക് എഴുന്നേറ്റ് പിന്നെ അദ്ദേഹത്തിന് ഇറക്കാൻ പറയുന്നുണ്ട്. കാരണം ഇറങ്ങാൻ വയ്യ. അവിടെ പറഞ്ഞത് ഖൂമു ഇലാ സയ്യിദിക്കും എന്നാണ്, നിങ്ങളുടെ സയ്യിദിലേക്ക് എഴുന്നേൽക്കുന്നതാണ്. അവിടെ വിഷയം സയ്യിദ് എന്ന് റസൂലുള്ളാഹി പ്രയോഗിച്ചതാണ്. സഅദ് ബിൻ മുആദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മഹാത്ഭുത വ്യക്തിത്വമായിരുന്നു. യൗവനത്തിൻ്റെ ആ മികവിൽ നിറവിൽ ഒരു വലിയ സേവനം ഇസ്ലാമിന് ചെയ്ത ഒരു അഭിമാനിയായിരുന്നു സഅദ് ബിൻ മുആദ്. ഔസ് ഗോത്രത്തിൻ്റെ നേതാക്കന്മാരിൽ ഒരാൾ, ചെറുപ്രായക്കാരൻ. ആ ചെറുപ്രായത്തിൽ തന്നെ വലിയ സേവനങ്ങൾ ചെയ്ത അദ്ദേഹം രക്തസാക്ഷിയായി. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് മാനം കയറുന്ന സമയം അള്ളാഹുവിൻ്റെ അർശ് ഇളകി തരിച്ചു എന്നാണ്. ആ ഒരു ആത്മാവിനെ മാനം സ്വീകരിക്കാൻ അത്രമേൽ മഹനീയനായിരുന്നു സഅദ് ബിൻ മുആദ്. സയ്യിദ് അതാണ്. അപ്പോൾ ഇവിടെ യഹ്യയെക്കുറിച്ച് പറയുകയാണ്. യഹ്യ ആരാണ്? സയ്യിദാണ്. അത് മാതൃകാ യോഗ്യർക്ക് നേതാവ്, പുണ്യത്തിൽ നേതാവ് ഈ അർത്ഥത്തിൽ. വഹസൂറ എന്നാണ്. ഹസൂർ എന്ന് പറഞ്ഞാൽ ജഡികേച്ഛകളെ നിയന്ത്രിക്കുന്ന, നിഷിദ്ധങ്ങളിൽ നിന്നും അനിഷ്ടങ്ങളിൽ നിന്നും വികാരത്തെ നിയന്ത്രിക്കുന്ന വിശിഷ്ടൻ എന്നാണ്. അതൊരു വലിയ പദവിയാണ്. എല്ലാവർക്കും സാധ്യമായൊരു വിഷയമല്ല. എല്ലാവിധ ജഡികേച്ഛകളിൽ നിന്നും അനിഷ്ടങ്ങളിൽ നിന്നും അന്യായങ്ങളിൽ നിന്നും തന്നെ നിയന്ത്രിക്കുക എന്നുള്ളത്. ശരീരം ചൂട് പിടിക്കുമ്പോൾ, വികാരം വിജൃംഭിതമാകുമ്പോൾ മനുഷ്യർ വഴിമാറും, മാർഗഭ്രംശം സംഭവിക്കും. കുല്ലു ബനി ആദമ ഖത്താഊൻ വ ഖൈറുൽ ഖത്താഇന തവ്വാബീൻ. എല്ലാ മനുഷ്യന്മാർക്കും തെറ്റ് പണയും എന്നുള്ളതാണ്. തെറ്റ് പിണയാതെ ഒരാൾ പവിത്രനാകുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് പറയുന്ന പേരാണ് ഹസൂർ. യഹ്യ അങ്ങനെയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞ യഹ്യ അദ്ദേഹം ഹസൂറായിരുന്നു. തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കെൽപ്പുള്ള മഹാനായിരുന്നു. പിന്നെ വനബിയ്യൻ മിനസ് സാലിഹീൻ, അദ്ദേഹം നബിയാണ്. നുബുവത്ത് അള്ളാഹു എല്ലാവർക്കും കനിയോ? അള്ളാഹു ആലം ഹൈസു യജാലു റിസാലത്ത, അള്ളാഹിൻ്റെ റിസാലത്ത് എവിടെ നിശ്ചയിക്കണം എന്നുള്ളത് അള്ളാഹ്ക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെ നബിയായി തിരഞ്ഞെടുക്കുന്നുവോ, നബിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിത്വം അള്ളാഹുവിൻ്റെ പരിഗണനയിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്ന ആളാണ്. അപ്പം മേലായവൻ്റെ പ്രത്യേക പരിഗണനയുള്ളതിനാലാണ് യഹ്യയെ റഹ്മക്കല്ലാഹ് നബിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല വാഴ്ത്തിയത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആരാ യഹ്യ? യഹ്യ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ് വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ. മാത്രമല്ല ഈ യഹ്യയുടെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെയും പറയുന്നുണ്ട്. യാ യഹ്യ ഖുദിൽ കിതാബ് ബിഖുവ വആതൈനാഹുൽ ഹുക്മ സബിയ്യ വഹനാനൻ മിൻ ലദുന്ന വസകാതൻ വകാന തഖിയ്യ. അള്ളാഹു പറയാണ്, യാ യഹ്യ ഖുദിൽ കിതാബ് ബിഖുവ, യഹ്യ വേദം ശക്തിയായി പിടിക്കാൻ പറയാണ്. എന്ന് പറഞ്ഞാൽ ആ വേദം അത് സ്വീകരിക്കുന്ന വിഷയത്തിൽ അഴകുഴമ്പൻ നിലപാടില്ല, പിന്നെയോ അത് ശക്തമായി പിടിക്കണം. യഹ്യ അങ്ങനെ തന്നെയായിരുന്നു. വആതൈനാഹുൽ ഹുക്മ സബിയ്യ, കുട്ടിയായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജ്ഞാനങ്ങളെ, ആത്മീയ പോഷണമായ വഹീനെ നൽകി അനുഗ്രഹിച്ച വ്യക്തിയാണ് ആര്? യഹ്യ. വഹനാനം മിൻ ലദുന്ന വസകാതൻ, നമ്മളിൽ നിന്നുള്ള കനിവാണ്, ആർദ്രതയാണ് യഹ്യ. വസകാതൻ, വിശുദ്ധിയും പരിശുദ്ധിയുമാണ് യഹ്യ. അള്ളാഹുവിൽ നിന്നുള്ള കനിവാണ്, അള്ളാഹുവിൽ നിന്നുള്ള വിശുദ്ധിയാണ്. വകാന തഖിയ്യ, മാത്രമല്ല അദ്ദേഹം തഖിയ്യായിരുന്നു. തഖി എന്ന് പറഞ്ഞാൽ
വിധിവിലക്കുകൾ മാനിക്കുന്ന ഭക്തനായിരുന്നു എന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കുന്ന യഹ്യ എന്ന് പറയുന്ന ഒരു മകൻ, അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ എത്രയാണ്? ആ ഗുണഗണങ്ങൾ എങ്ങനെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ പലതും വായിക്കുമ്പോൾ ഒരു വാപ്പാൻ്റെ ദുആയാണ് നമ്മൾ ഓർക്കുന്നത്. ഒരു വാപ്പായുടെ ദുആയിലേക്കാണ് നമ്മളുടെ ശ്രദ്ധയെ ഈ ഗുണഗണങ്ങളെല്ലാം ക്ഷണിക്കുന്നത്. അത് ആരുടെ ദുആയാണ്? അത് സക്കരിയ എന്ന് പറയുന്ന യഹ്യ പ്രവാചകൻ്റെ ഉപ്പ സക്കരിയ പ്രവാചകൻ്റെ ദുആയാണ്. ദുആ വിശിഷ്ടമായപ്പോൾ, ദുആ മഹനീയമായപ്പോൾ, ദുആ അതിൻ്റെ അദബുകളിലായപ്പോൾ അത് ഫലം കണ്ടതിൻ്റെ ഒരു ചരിത്ര സാക്ഷ്യം. വാപ്പമാർ മക്കളുടെ മികവിനാൽ അനുഗ്രഹീതരാകുന്ന ചരിത്രങ്ങൾ നമ്മൾ കുറേ കേൾക്കുന്നുണ്ട്. നമ്മളൊക്കെ ദുആ ചെയ്യും, റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുൻ. റബ്ബെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ, മക്കളിൽ നീ കൺകുളിർമ നൽകണമേ. അതാണല്ലോ അതിൻ്റെ അർത്ഥം. അത് ഇബാദുർ റഹ്മാൻ്റെ ദുആയാണ്. ആ ദുആ നമ്മളുടെ ദുആയാക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാൻ്റെ ആ ഒരു ദുആ നമ്മളെ അറിയിച്ചത്. നമുക്ക് നമ്മുടെ ഇണകളിലൂടെ കൺകുളിർമ വേണം, നമ്മുടെ മക്കളിലൂടെ കൺകുളിർമ വേണം. ഈ ലോകത്തും വേണം, പരലോകത്തും വേണം, ഇരു ലോകത്തും. അത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. ആ ഒരു കൺകുളിർമയിൽ അത് വായിക്കാനുള്ള ഒരു വലിയ മഹാചരിത്രമാണ് ഈ ഒരു ചരിത്രം. സക്കരിയ യഹ്യ അലൈഹിസ്സലാമയുടെ ചരിത്രം. സക്കരിയയെ യഹ്യ അനന്തരെടുത്തു. എങ്ങനെ? ദാവൂദ് നബിയെ സുലൈമാൻ അനന്തരെടുത്തതുപോലെ. ദാവൂദ് നബിയും സുലൈമാനും ബാപ്പി മകനുമാണ്. വരിസ സുലൈമാനു ദാവൂദ. സുലൈമാൻ ദാവൂദിനെ അനന്തരെടുത്തു. അതേപോലെയാണ് യഹ്യ സക്കരിയ നബിയെയും അനന്തരെടുത്തത്. ഇസ്മായിൽ ഇസ്ഹാഖ് മക്കൾ ഇബ്രാഹിം നബിയെ അനന്തരെടുത്തു. എങ്ങനെയാണ് അനന്തരെടുത്ത്? അതൊന്നും കറൻസി അല്ല, ഭൂമിയല്ല, സ്വത്തുക്കളല്ല. പിന്നെയോ അത് വിജ്ഞാനവും വഹയുമാണ്. വിജ്ഞാനവും വഹയുമാണ്. പിതാവിൻ്റെ വഹയ്, പിതാവിൻ്റെ വിജ്ഞാനം, അത് അനന്തരെടുത്തു ഈ മക്കൾ എന്നുള്ളതാണ്. അങ്ങനെയുള്ള അനന്തരാവകാശികളാണ് ഈ മക്കൾ. ഇപ്പം നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ വിജ്ഞാനം അനന്തരെടുക്കുന്ന മക്കളുണ്ട്. ശരി, സഹാബികളിൽ നമ്മൾ ഹദീസിൻ്റെ ഉസൂലുൽ ഹദീസിൽ ചില അധ്യായങ്ങൾ കാണാൻ സാധിക്കും. റിവായത്തുൽ അബ്ന അനിൽ ആബ. റിവായത്തുൽ അബ്ന അനിൽ ആബ. മക്കൾ വാപ്പമാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഹദീസ് റിപ്പോർട്ട് ചെയ്യണതിന് വായിക്കൂലേ? ഇപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമറിൽ നിന്ന്, ഉമറിൽ നിന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു ഉമറിൽ നിന്ന് മകൻ നാഫിയ അല്ലെങ്കിൽ ബിലാൽ, ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂ മുസ അശ്അരി, അബൂ ബുർദ, ഇങ്ങനെ ഹദീസ് സഹാബിയിൽ നിന്ന് താബി എങ്ങനെ റിപ്പോർട്ട് ചെയ്യും. അതിൽ വാപ്പാരെ മക്കൾ ഉദ്ധരിക്കുക. എൻ്റെ വാപ്പ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി എന്നോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതായി എൻ്റെ വാപ്പ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടതായി എൻ്റെ വാപ്പ പറഞ്ഞു. ആരാ പറയണത്? മകൻ വാപ്പാനെ ഉദ്ധരിക്കുകയാണ്. അപ്പം മക്കൾ വാപ്പാരിൽ നിന്ന് ഇൽമ് അനന്തരെടുക്കും. നേരെ തിരിച്ചുകൊണ്ട് അത് മഹാഭാഗ്യമാണ്. മക്കളെ വാപ്പാർ ഉദ്ധരിക്കുക. ഓ, അപ്പം മക്കളാണ് ആരിൽ നിന്ന് കേട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ടത്. മക്കളാണ് റസൂലുള്ളാഹിനെ ഉദ്ധരിക്കുന്നത്. മക്കളിൽ നിന്ന് വാപ്പാരാണ് ഉദ്ധരിക്കുന്നത്. അതിൻ്റെ ചില ഉദാഹരണങ്ങളെ കാണാൻ സാധിക്കുള്ളൂ. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഫളിൽ നിന്നും അബ്ദുള്ളയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബ്ബാസ് ആരാണ്? അബ്ബാസ് വാപ്പയാണ്. ഏതാ ഈ അബ്ബാസ്?
ഈ അബ്ബാസ് റസൂലുള്ളാഹിൻ്റെ പിതൃ സഹോദരനാണ്, അമ്മാണ്. റസൂലുള്ളാഹിൻ്റെ പിതൃ സഹോദരനാണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ വാപ്പ അബ്ദുള്ളാഹിൻ്റെ സഹോദരനാണ് ആര്? അബ്ബാസ്. ആർക്കാ വയസ്സ് കൂടുതൽ? അബ്ബാസിനോട് ചോദിക്കും, നിങ്ങളാണോ വലിയ ആള്, അതല്ല റസൂലുള്ളാഹിയാണോ വലിയ ആള്? അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ അബ്ബാസ് പറയും, ഹുവ അക്ബറു മിന്നി വ അന അസന്നു മിൻഹു എന്ന്. റസൂലുള്ളാഹിയാണ് എന്നേക്കാൾ വലിയ ആൾ, പക്ഷേ റസൂലുള്ളാഹിനേക്കാൾ എനിക്ക് വയസ്സിൽ മൂപ്പുണ്ടെന്ന്. റസൂലുള്ളാഹിയാണ് വലുത്, പക്ഷേ റസൂലുള്ളാഹിനേക്കാൾ വയസ്സിൽ മൂത്തത് ഞാനാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അക്ബർ എന്ന് പറഞ്ഞാൽ മഹത്തമാർക്കാണ്, അള്ളാഹിൻ്റെ റസൂലിനാണ്. പക്ഷേ വയസ്സിൽ മൂപ്പ് എനിക്കാണ് എന്ന് അബ്ബാസ് പറയാറുണ്ട് എന്നാണ്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ മഹാനായ സഹാബിയാണ്. ആ സഹാബി റിപ്പോർട്ട് ചെയ്യുന്നത് തൻ്റെ മക്കളിൽ നിന്നാണ്. അബ്ദുള്ള, ഫضൽ ഇവരെന്നൊക്കെ റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ മുസ്ദലിഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഗ്രിബ് ഇശാ നിസ്കാരം, മുസ്ദലിഫയിൽ റസൂലുള്ളാഹിയോടൊപ്പം ഫضൽ ഇബ്നു അബ്ബാസ് ഉണ്ട്. അബ്ബാസ് ഇല്ല. ഫضൽ കണ്ടത് മനസ്സിലാക്കിയത് വാപ്പാനോട് പറയുന്നുണ്ട്. അങ്ങനെ ഫضലിൽ നിന്ന് അബ്ബാസ് എന്ത് ചെയ്യണം? ഹദീസ് റിപ്പോർട്ട് ചെയ്യണം. മകനിൽ നിന്ന് വാപ്പ. അങ്ങനെ ചില സംഭവങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ കൂടുതൽ വാപ്പാരിൽ നിന്ന് മക്കൾ റിപ്പോർട്ട് ചെയ്യണതാണ്, വാപ്പയിൽ നിന്ന് മക്കൾ റിപ്പോർട്ട് ചെയ്യണതാണ്. മനസ്സിലായില്ലേ? ഈ സെയ്ദ് ബിൻ ഹാരിസ റസൂലുള്ളാഹിന്റെ മൗല, ആ സെയ്ദ് ബിൻ ഹാരിസയിൽ നിന്ന് ഉസാമ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. എന്താ? ഖുറൈശികൾക്ക് ഇസാഫ് നായില എന്നാണ് 2 വിഗ്രഹം ഉണ്ടായിരുന്നു. 2 വിഗ്രഹം. ആ വിഗ്രഹം അതിന് പല പരിണാമഘട്ടങ്ങളുണ്ട്. അവസാനം ഖുറൈശികൾ അതിനെ ഹജറുൽ അസ്വദിൻ്റെ സ്ഥാനത്ത് നിശ്ചയിച്ചിരുന്നാണ്. കുറേ സഫ മർവ കുന്നുകളിൽ വെച്ചിരുന്നു. പിന്നെ അത് കൊണ്ടുവന്നിട്ട് ഹജറുൽ അസ്വദിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് ഖുറൈശികൾ തവാഫ് തുടങ്ങുമ്പോൾ നമ്മൾ ഹജറുൽ അസ്വദ് ചുംബിച്ചിട്ടാണ് തുടങ്ങുക, അല്ലെങ്കിൽ ഹജറുൽ അസ്വദിനെ തൊട്ടാ തുടങ്ങുക. ഖുറൈശികൾ മുശ്രിക്കീങ്ങൾ ഈ ഇസാഫ് നായിലയെ തൊട്ടാ തുടങ്ങുക തവാഫ്. ആ രീതിയിലായിരുന്നു അവിടെ കൊണ്ടുവന്ന് വെച്ചിന്. അതിനെ തൊട്ട് വണങ്ങിയിട്ട് തവാഫ് തുടങ്ങും, എന്നിട്ട് അതിൽ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ സെയ്ദ് ബിൻ ഹാരിസ പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവാഫ് ചെയ്യാണ്. റസൂലുള്ളാഹി അതൊന്നും പരിഗണിക്കാറില്ല. റസൂലുള്ളാഹി തവാഫിൽ ഹജറിൽ നിന്ന് തുടങ്ങി ഹജറിൽ അവസാനിക്കും വിധമുള്ള തവാഫാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കൂടെ സെയ്ദ് ബിൻ ഹാരിസ ഉണ്ട്. അപ്പോൾ സെയ്ദ് ബിൻ ഹാരിസ അദ്ദേഹം കണ്ട ശീലം എന്താണ്? ഖുറൈശികൾ ഇതിമ തൊട്ട് തുടങ്ങണതാണ്. അപ്പോൾ റസൂലുള്ളാഹി വിലക്കിയിട്ടുണ്ട് അയിമ തൊടരുത് എന്ന്. പക്ഷെ എന്നാലും സെയ്ദ് എന്ത് ചെയ്തു എന്നാണ്? അയിമ തൊട്ടു എന്നാണ്. അത് റസൂലുള്ളാഹിനോടുള്ള ധിക്കാരം കൊണ്ടല്ല, പിന്നെയോ എന്താണ് ഇതിൻ്റെ ഒരു വിഷയം എന്നറിയാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ്, സെയ്ദ് ഞാൻ നിങ്ങളോടത് വിലക്കിയിട്ടില്ലേ അയിമ തൊടുന്നത്? അങ്ങനെ സെയ്ദ് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹയി കിട്ടുന്നത് വരേക്കും, വേദം അവതരിക്കപ്പെടുന്നത് വരേക്കും ഒരിക്കലും വിഗ്രഹത്തെ തൊട്ടിട്ടില്ല. അതിനുശേഷം പിന്നെ അത് അചിന്ത്യവുമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു വിഗ്രഹത്തെ കരസ്പർശം നടത്തിയിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മളെ ചില ആളുകൾ വിഗ്രഹം കഴുകി കൊടുത്തതിൻ്റെ നിർവൃതിയിലാണ്. തടവി അതിൻ്റെ ചളിയൊക്കെ കളഞ്ഞു കൊടുത്തതിൻ്റെ ഒരു ആത്മനിർവൃതിയിൽ. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഏതായാലും അവിടെ ആ ഒരു റിപ്പോർട്ട് അത് സെയ്ദ് ബിൻ ഹാരിസയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സെയ്ദ് ബിൻ ഹാരിസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? മകൻ ഉസാമ ഇബ്നു സെയ്ദ്. വാപ്പയിൽ നിന്ന് മകൻ റിപ്പോർട്ട് ചെയ്യും. ഇതുപോലെ കുറേ സംഭവങ്ങൾ കാണാൻ സാധിക്കും. അബൂ മൂസൽ അശ്അരിയിൽ നിന്ന് അബൂ ബുർദ റിപ്പോർട്ട് ചെയ്തത്, അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് മകൻ ബിലാൽ റിപ്പോർട്ട് ചെയ്തത്, മകൻ സാലിം റിപ്പോർട്ട് ചെയ്തത്, ഇങ്ങനെ പല പിന്നെ അലിയാരിൽ നിന്ന് ഹസൻ ഹുസൈൻ ഇവർ റിപ്പോർട്ട് ചെയ്തത്, ഇങ്ങനെ അതിൻ്റെ റിപ്പോർട്ടുകൾ അത് ധാരാളമാണ്. ഒരു ഉർവത്ത് ബിൻ സുബൈർ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്.
അതിവിടെ വളരെ ശ്രദ്ധേയമാണ്. വലിയൊരു കുടുംബ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ റിപ്പോർട്ട് നിങ്ങളെ കേൾപ്പിക്കുന്നത്. അബ്ദുല്ലാഹി ബിൻ സുബൈർ പറയാണ് വാപ്പയോട്, യാ അബത്തി ഹദ്ദിസ്നി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹത്ത ഉഹദ്ദിസ് അൻക. വാപ്പ സുബൈർ ബിൻ അവ്വാമാണ് വാപ്പ. സുബൈർ ബിൻ അവ്വാം ആരാണ്? സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരാളാണ്. ഹവാരി റസൂലുള്ളാഹിന്റെ ഹവാരി എന്ന പേരിൽ പ്രസിദ്ധനാണ്. അപ്പോൾ ഈ സുബൈർ ബിൻ അവ്വാം അദ്ദേഹത്തോട് മകൻ അബ്ദുള്ള പറയാണ്, വാപ്പ അള്ളാഹിൻ്റെ റസൂൽ നിങ്ങൾ എന്നോട് പറയും. എന്തിന്? ഹത്ത ഉഹദ്ദിസ് അൻക, നിങ്ങളിൽ നിന്ന് ഞാനും എന്നിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യും. ഫൈന കുല്ല അബ്നാഇ സഹാബ യുഹദ്ദിസ് അൻ അബീഹി, കാരണം എല്ലാ സഹാബികളുടെയും മക്കൾ അവരെ വാപ്പയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആലോചിക്കുക നിങ്ങൾ, എന്താ പറയുന്നത്? എല്ലാ സഹാബികളും മക്കളോട് ഹദീസ് പറയുന്നുണ്ട്. എന്നിട്ട് മക്കൾ ആ ഹദീസ് വാപ്പ പറഞ്ഞു, എൻ്റെ വാപ്പ പറഞ്ഞാണ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഒരു ഹദീസ് പറയും, ഞാനും അത് റിപ്പോർട്ട് ചെയ്യട്ടെ എന്നാണ് ആര് പറയുന്നത്? അബ്ദുള്ള വാപ്പ സുബൈറിനോട് പറയുന്നത്. വീട്ടിലെ ചർച്ചയാണിത്, വീട്ടിലെ വിഷയമാണിത്, വാപ്പി മകനും. എന്നിട്ട് എന്താ അപ്പം വാപ്പ പറഞ്ഞു കൊടുക്കണത്? ഈ അബുനൈ, മകനെ, മാ മിൻ അഹദിൻ സഹിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിസുഹ്ബതിഹി ഇല്ലാ വഖദ് സഹിബ്തുഹു മിസ്ലഹ ഔ അഫ്ദൽ. ഏതൊരു സഹാബി റസൂലുള്ളാഹിനോട് സഹവസിച്ചിട്ടുണ്ടോ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായി ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സഹവസിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ സഹാബി തന്നെയാണ് ഞാനും. ആരാ പറയുന്നത്? സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. വലഖദ് അലിംത യാ ബുനൈ അന്ന ഉമ്മക അസ്മാ ബിൻത് അബീ ബക്കർ കാനത് തഹ്തി. മകനെ, നിനക്കറിയാം നിന്റെ ഉമ്മ അസ്മാ ബിൻത് അബീ ബക്കറാണ്. അപ്പം അസ്മൻ്റെ ഭാര്യയാണ്. അസ്മയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ഇനി നോക്കി തുടർന്ന് പറയുന്നത്, വലഖദ് അലിംത അന്ന ആയിഷത ബിൻതി അബീ ബക്കർ ഖാലതുക്. നിന്റെ ഖാലത്ത് ആരാണ്? ഉമ്മൻ്റെ സഹോദരി, അത് ആയിഷയാണ്. അപ്പോൾ ആയിഷയും അസ്മയും സഹോദരികളാണ്. അസ്മ ആരാണ്? അസ്മ അബ്ദുള്ളാൻ്റെ അമ്മയാണ്. ആയിഷ ആരാണ്? അബ്ദുള്ളാൻ്റെ കുഞ്ഞാമ്മയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നബി കുടുംബവുമായിട്ടുള്ള ബന്ധം എന്താ? എത്ര സുദൃഢ ബന്ധമാണ്. ഇനി ആയിഷ റളിയല്ലാഹു തആല റസൂലുള്ളാഹിൻ്റെ ഭാര്യയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അടുത്തറിയാൻ ആയിഷയോളം ഭാഗ്യമായിരിക്കാണ്. ആ ആയിഷൻ്റെ സഹോദരി അസ്മയാകുമ്പോൾ എത്ര റസൂലുള്ളാഹിൻ്റെ വിവരങ്ങൾ അസ്മയ്ക്ക് ലഭിക്കും? അതാണ് വിഷയം. ഇനി തുടർന്ന് പറയുന്നത്, വലഖദ് അലിംത അന്ന ഉമ്മി സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്. എൻ്റെ ഉമ്മ ആരാ? ആര് പറയും? സുബൈർ ബിൻ അവ്വാം പറയാണ്, എൻ്റെ ഉമ്മ ആരാണ്? സഫിയയാണ്. സഫിയ ആരാണ്? സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ആരാണ് സഫിയ? റസൂലുള്ളാഹിൻ്റെ അമ്മായിയാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ അമ്മായി സഫിയയാണ് സുബൈർ ബിൻ അവ്വാമിൻ്റെ ഉമ്മ. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഭാര്യ, റസൂലുള്ളാഹിൻ്റെ അമ്മായി, ഇതല്ലേ? അവർക്കൊക്കെ സുബൈറിനോടുള്ള അടുപ്പത്രയാണ്. ഇനി വ അന്ന അഖ്വാലി, എൻ്റെ അമ്മാവന്മാരാണ് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് വ അബൂ താലിബ് വ അബ്ബാസ്. അബൂ താലിബ്, അബ്ബാസ്, ഹംസ, ഇവർ എൻ്റെ അമ്മാവന്മാരാണ് എന്ന് പറയാണ്. അതിൽ ഹംസയും അബ്ബാസും വിശ്വാസികളാണ്. അബൂ താലിബ് വിശ്വസിച്ചിട്ടില്ല എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെയധികം കൂറിൽ, സൗഹൃദത്തിൽ, സംരക്ഷണത്തിൽ 42 വർഷം കൂടെ ജീവിച്ച ആളാണ് ആര്? അബൂ താലിബ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാവും പകലും ഉദ്ധരിക്കാൻ അബൂ താലിബിന് ഏറെ വിഷയമുണ്ട്. മനസ്സിലായില്ലേ? ആ അബൂ താലിബ് എൻ്റെ മാമനാണ്, ഹംസത്ത് എൻ്റെ മാമനാണ്, അബ്ബാസ് എൻ്റെ മാമനാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നബിയിൽ നിന്ന് നിനക്ക് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് വിവരങ്ങൾക്ക് പഞ്ഞല്ല എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. ഇനി തീർന്നില്ല. എന്താ?
സുബൈർ ബിൻ അവ്വാം പറയുന്നത് വ അന്ന റസൂലല്ലാ ഇബ്നു ഖാലി, അള്ളാൻ്റെ റസൂൽ ആരാണ്? ഇബ്നു ഖാലി, എൻ്റെ അമ്മാവൻ്റെ മകനാണ് എന്ന് പറഞ്ഞാൽ സഫിയ സുബൈറിൻ്റെ ഉമ്മയാകുമ്പോൾ സഫിയൻ്റെ സഹോദരനാണ് ആര്? അബ്ദുള്ള, റസൂലുള്ളാൻ്റെ ഉപ്പ. അതാണ് ഇബ്നു ഖാലി എന്ന് പറയുന്നത്. എൻ്റെ അമ്മാവൻ്റെ മകനാണ് ആര്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറയാണ് വലഖദ് അലിംത അന്ന അമ്മത്തി ഖദീജ ബിന്ത് ഖുവൈലിദ് കാനത് തഹ്തഹു. ഖദീജ ബിന്ത് ഖുവൈലിദ് റസൂലുള്ളാഹിൻ്റെ ഭാര്യയാണ്. ഖദീജ ബിന്ത് ഖുവൈലിദും സുബൈർ ബിൻ അവ്വാമും തമ്മിൽ എന്താ ബന്ധം? സുബൈർ ബിൻ അവ്വാം, സുബൈറിൻ്റെ വാപ്പ അവ്വാം, ഈ അവ്വാമിൻ്റെ സഹോദരിയാണ് ഖദീജ. അപ്പോൾ സുബൈറും ഖദീജയും തമ്മിൽ എന്താ ബന്ധം? ഖദീജത്ത് റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിൻ്റെ ഭാര്യ, നമ്മുടെ ഉമ്മ, അത് സുബൈർ ബിൻ അവ്വാമിൻ്റെ അമ്മായിയാണ്, വാപ്പാൻ്റെ സഹോദരിയാണ്. മനസ്സിലായോ? അത് ബോധ്യായോ? ഖദീജയും സുബൈറുൽ അവ്വാമും തമ്മിലുള്ള ബന്ധം, സുബൈറുൽ അവ്വാമിൻ്റെ വാപ്പാൻ്റെ സഹോദരിയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. കാരണം ഖദീജ ബിന്ത് ഖുവൈലിദാണ്, പിന്നെ സുബൈർ ബിനുൽ അവ്വാം ഇബ്നുൽ ഖുവൈലിദാണ്. അവ്വാം ഇബ്നുൽ ഖുവൈലിദ്, ഖദീജ ബിന്ത് ഖുവൈലിദ്, അവർ സഹോദരങ്ങളാണ്, ആങ്ങളെയും പെങ്ങളുമാണ്. ആങ്ങളെയും പെങ്ങളും മക്കളാണ് സുബൈറും ഖദീജയും. അല്ല, പിന്നെ അങ്ങനെയല്ല, പിന്നെ ആങ്ങളും പെങ്ങളെയും അതിലുള്ള മക്കളാണ്. അവ്വാമിൻ്റെ മകനാണ് സുബൈറിൻ്റെ പെങ്ങളാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ എത്ര ബന്ധാണ്! ഇനി തീർന്നില്ല, അദ്ദേഹം പറയുകയാണ് വകാന ഇബ്നതഹ ഫാത്തിമത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഖദീജൻ്റെ മകളാണ് ഫാത്തിമ. അപ്പോൾ ഫാത്തിമയും സുബൈർ ബിൻ അവ്വാമും തമ്മിൽ എന്താ ബന്ധം? ആങ്ങളൻ്റെയും പെങ്ങളെയും മക്കളാണ്. ആങ്ങളയുടെയും പെങ്ങളുടെയും മക്കളാണ് ഇവർ. അവ്വാമിൻ്റെ മകൻ സുബൈർ, ഖദീജയുടെ മകൾ ഫാത്തിമ. മനസ്സിലായോ? അപ്പോൾ സഹോദരങ്ങളെന്ന പോലെ. ഇനി തീർന്നില്ല. വലഖദ് അലിംത അന്ന ഉമ്മഹു ആമിന ബിന്ത് വഹബ് ഇബ്നു അബ്ദു മനാഫ് ഇബ്നു സുഹ്റ. റസൂലുള്ളാഹിൻ്റെ ഉമ്മ ആമിന ബിന്ത് വഹബാണ് റസൂലുള്ളാഹിൻ്റെ ഉമ്മ. സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ്, ഹംസ ബിൻ ഇബ്നു അബ്ദുൽ മുത്തലിബ്, അവരുടെ ഉമ്മ സഫിയൻ്റെ ഉമ്മയും ഹംസൻ്റെ ഉമ്മയും ഹാല ബിന്ത് വഹബാണ്. ഹാല ബിന്ത് വഹബ് എന്ന് പറഞ്ഞാൽ ആമിന ബിന്ത് വഹബിൻ്റെ സഹോദരിയാണ്. അപ്പോൾ സുബൈർ ബിൻ അവ്വാമിൻ്റെ ഉമ്മയായ സഫിയൻ്റെ ഉമ്മ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാൻ്റെ സഹോദരിയാണ്. റസൂലുള്ളാഹിൻ്റെ കുഞ്ഞാമയാണ് സുബൈറുൽ അവ്വാമിൻ്റെ ഉമ്മാൻ്റെ ഉമ്മ എന്നുള്ളതാണ്. അപ്പോൾ എത്ര ബന്ധായി ആർക്ക്? സുബൈർ ബിൻ അവ്വാമിന് ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കണമെങ്കിൽ, ഒരു തിരുചര്യ ഉദ്ധരിക്കണമെങ്കിൽ എത്ര വഴികളുണ്ട് സുബൈറിന്? പല വഴികളുണ്ട്. അത് ഉപ്പാൻ്റെ മാർഗേണയുണ്ട്, ഉമ്മായുടെ മാർഗേണയുണ്ട്, സഹോദര മാർഗേണ നോക്കുകയാണെങ്കിൽ അതൊക്കെയുണ്ട്, പിതൃ സഹോദരങ്ങളുടെ മാർഗം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മകനെ, നിനക്കൊരു ഹദീസ് പറയണമെങ്കിൽ എനിക്കെന്തില്ല, അതിനുള്ള വിഭവങ്ങളൊന്നും കുറവല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഒരേ ഹദീസാണ് എന്നിട്ട് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം ഒരേ ഹദീസാണ്. അതെന്താണ്? അത് വലഖദ് സഹിബ്തുഹു ബി അഹ്സനി സുഹബത്തിൻ വൽഹംദുലില്ലാ. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ നല്ല സഹവാസമാണ് വെച്ച് പുലർത്തിയിട്ടുള്ളത്, അൽഹംദുലില്ലാ. വലഖദ് സമീഅതുഹു യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? മൻ ഖാല അലയ്യ മാ ലം അഖുൽ ഫലിയതബവ്വ മഖ്അദഹു മിനന്നാർ. മൻ ഖാല അലയ്യ മാ ലം അഖുൽ, ഞാൻ പറയാത്തത് വല്ലവരും എൻ്റെ മേൽ പറഞ്ഞാൽ ഫലിയതബവ്വ മഖ്അദഹു മിനന്നാർ, അവൻ്റെ ഇരിപ്പിടം, സ്ഥാനം നരകത്തീയിൽ തയ്യാറാക്കട്ടെ എന്നാണ്. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ ആ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടത് സുബൈർ ഇബ്നുൽ അവ്വാം ആർക്ക് പറഞ്ഞു കൊടുത്തു? മകൻ അബ്ദുള്ളക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. നമ്മുടെ വിഷയം മക്കൾ ഉപ്പമാരെ അറിവിൽ അനന്തരെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
തഖ്വയിൽ അനന്തരം എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദീനീ നിഷ്ഠയിൽ അനന്തരം എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സ്ഥാനമാണ് എന്ന് മനസ്സിലാക്കാനാണ്. അത് നമ്മൾ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയെ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം അനന്തരമെടുത്ത ആ ഒരു ചരിത്രവുമായി വായിക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാനുള്ള, പഠിക്കാനുള്ള വിഷയങ്ങളിൽ പെട്ടതാണ്. പക്ഷെ നമുക്ക് എന്ത് വേണം? നമുക്ക് വേണ്ടത് കുറേ സൽവിചാരങ്ങളും സൽചര്യകളാണ്, നല്ല മാതൃകയാണ്. പലപ്പോഴും മക്കൾ മാതൃക രക്ഷിതാക്കളിൽ നിന്ന് സ്വീകരിക്കുന്ന വിഷയത്തിൽ ഒരു ശൂന്യത അനുഭവിക്കുന്ന ദുരവസ്ഥയാണുള്ളത്. അതൊരു വലിയ മുസീബത്താണ്. ഗ്രഹാന്തരീക്ഷങ്ങൾ ഒരു വാട്സപ്പിൽ ഒരിത് കണ്ട്, അതിലൊരു ടീച്ചർ കുട്ടീനോട് ചോദിക്കുകയാണ്, നിങ്ങളെ വീട്ടിൽ ഇളയ വാവ ആരാണ്? ഇളയ വാവ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടി ആരാണ്? അപ്പോൾ കുട്ടി ടീച്ചറോട് പറയാണ് അത് വാപ്പയാണ്. അപ്പോൾ വാപ്പേ? അത് വാപ്പ എപ്പോഴും പിന്നെ ഉമ്മൻ്റെ കൂടെയാണ് കിടക്കാറുള്ളത്. അപ്പോൾ ഇളയ വാവ ആരാണല്ലോ ഉമ്മാരൊപ്പം കിടക്കുക. അതാണ് കുട്ടീൻ്റെ ധാരണ. ഉമ്മൻ്റെ ഒപ്പം കിടക്കണമല്ലൊക്കെ ഇളയ കുട്ടിയായിരിക്കും. അപ്പോൾ ഉപ്പ എപ്പോഴും ഉമ്മൻ്റെ കൂടെയാണ് കിടക്കാറുള്ളത്, അതുകൊണ്ട് വീട്ടിൽ ഇളയ കുട്ടി ഉപ്പയാണ് എന്നാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്, ടീച്ചറോട് പ്രതികരിക്കണമെന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സാഹചര്യങ്ങൾ എത്രമേൽ കുരുന്നു മനസ്സുകളിൽ എഴുതാൻ ചിത്തവും വെള്ളക്കടലാസും ഒന്നുപോൽ പതിയും രണ്ടിലും എഴുതുന്നവയൊക്കെയും എന്നാണ്. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു സ്വാധീനം അത് ഇളയ മനസ്സുകളിൽ എത്ര എന്നുള്ളത് വായിക്കാനാണ് ഞാൻ ഇത് ഉണർത്തിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരാക്കണം വീടിൻ്റെ സാഹചര്യങ്ങൾ എന്നുള്ളതാണ്. അടയ്ക്കാകുമ്പോൾ നടന്മാർ പറയും മടിയിലേക്കാം, കവുങ്ങാകുമ്പോൾ മടിയിലേക്കാൻ പറ്റൂല. അടക്ക ഉണ്ടല്ലോ, അതിനെ മടിയിൽ വെക്കാം നമുക്ക്. അത് കവുങ്ങായാൽ, അടക്ക മരമായാൽ പിന്നെ മടിയിലേക്കാൻ പറ്റൂല. ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം ദുആ പ്രധാനമാണ്. മക്കളുടെ വിഷയത്തിലുള്ള വിളി പ്രധാനമാണ്. ഇവിടെ നമ്മൾ ഒരു കുരുന്നിൻ്റെ വിഷയത്തിൽ, ഒരു മകൻ്റെ വിഷയത്തിൽ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആവശങ്ങൾ പലതും നമ്മളിവിടെ മനസ്സിലാക്കി. അതിൽ എത്ര അദബുകൾ, അതിലെത്ര മര്യാദകൾ, ആ ദുആയുടെ ഒരു മാഹാത്മ്യം എത്ര. പണ്ഡിതന്മാർ കുറേ വിഷയങ്ങൾ അതിനെ തുടർന്ന് ഉണർത്തിയത് വായിക്കാൻ സാധിക്കും. ഏതാനും കാര്യങ്ങളാണ് നമ്മളിവിടെ അനുസ്മരിച്ചത്. അതുകൊണ്ട് തന്നെ ആ ജനിച്ച സന്തതിയുടെ വിശേഷങ്ങൾ, പ്രത്യേകതകൾ, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. മഹത്തുക്കൾ, പൂർവികർ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കൺകുളിർക്കുന്ന മക്കൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഉദാഹരണം ഈ അബൂ തൽഹയുടെ ഉമ്മു സുലൈമിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ തൽഹയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വീട് കൂടിയല്ല ഇന്നലെ രാത്രി എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹിൻ്റെ ഒരു ദുആ ഉണ്ട്, ബാറക്കല്ലാഹു ലക്കുമാ ഫീ ലൈലത്തിക്കുമാ, നിങ്ങളുടെ ഈ രാവിൽ അള്ളാഹു ബർക്കത്ത് തരളട്ടെ എന്ന് ദുആ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ബർക്കത്തിന് വേണ്ടി തട്ടുണ്ട്. മനസ്സിലായോ? ഉമ്മു സുലൈം അബൂ തൽഹ ദമ്പതികൾക്ക് 9 മക്കളുണ്ടായി എന്നാണ് ഒരു അൻസാരി റിപ്പോർട്ട് ചെയ്യുന്നത്. മദീനയിൽ ജീവിച്ച ഒരു അൻസാരി റിപ്പോർട്ട് ചെയ്യുന്നത് 9 മക്കൾ. അവരെല്ലാവരും ഖുർആൻ ഹൃദയസ്ഥമാക്കിയവരായിരുന്നു എന്നാണ്. ഖുർആൻ മനഃപ്പാഠമാക്കിയ 9 മക്കൾ ആർക്ക്? അബൂ തൽഹ ഉമ്മു സുലൈം ദമ്പതികൾക്ക്. ജീവിതം അവരുടേത് മാതൃകാപരമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അവരെ പ്രശംസിച്ചു. അവരുടെ ആ ഒരു അതും പ്രത്യേകിച്ച് ഉമ്മു സുലൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ ഏറ്റവും നല്ല മഹർ പറഞ്ഞ് കല്യാണം കഴിച്ച മഹദിയാണ് ഉമ്മു സുലൈം. മഹർ പെണ്ണിൻ്റെ അവകാശമാണ്, സ്ത്രീയുടെ അവകാശമാണ് മഹർ. ഒരു പെണ്ണെന്താണോ മഹർ ചോദിക്കണത് അതാണ് മഹർ, അല്ലാതെ വാപ്പാരെ പിടിവാശിയല്ല. കല്യാണത്തിൽ സ്ത്രീയുടെ അവകാശമാണത്, പെണ്ണിൻ്റെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ അബൂ തൽഹ കല്യാണം അന്വേഷിച്ച് വന്നപ്പോൾ ഉമ്മു സുലൈം എന്താ പറഞ്ഞത്? അബൂ തൽഹ കല്യാണം അന്വേഷിച്ച് വന്നപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞത്, അബൂ തൽഹ നിങ്ങളെപ്പോലെയുള്ള ഒരു കല്യാണം അന്വേഷിക്കുന്ന വ്യക്തിയെ തിരസ്കരിക്കുക എന്നുള്ളത് ശ്രമകരമാണ്. പക്ഷേ നീ ഒരു മുശ്രിക്കായ മനുഷ്യനാണ്, നീ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ എനിക്ക് മഹർ അത് മതി എന്നാണ്. അല്ലാഹു അക്ബർ. നീ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ
മഹർ അത് മതി എന്നാണ്. അബൂ തൽഹ ഇസ്ലാം സ്വീകരിച്ചു. അതിൽ ആ വിവാഹം നടന്നു. ഉമ്മു സുലൈം ബിന്ത് മൽഹാൻ റളിയല്ലാഹു തആല അൻഹ, ആ ഉമ്മു സുലൈം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ബന്ധുവാണ്. ഉമ്മയുടെ കുടുംബത്തിലൊരു ബന്ധു, വല്യമ്മയുടെ കുടുംബത്തിലൊരു ബന്ധുവാണ് ഉമ്മു സുലൈം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ കടൽ കടന്ന് യുദ്ധം നയിക്കുന്ന ഒരു നാവികസേനയെക്കുറിച്ച് പറഞ്ഞു. അവരെല്ലാവരും ഖദ് ഔജബു എന്ന് പറഞ്ഞു, സ്വർഗം അർഹിക്കുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെക്കുറിച്ച് അറിയിച്ചപ്പോൾ ഉമ്മു സുലൈം അത് കേട്ട് പറയാണ്, ഉദുഉല്ലാഹി യജഅൽനി മിൻഹും, അവരുടെ കൂട്ടത്തിൽ ഞാനാകാൻ നിങ്ങൾ ദുആ ചെയ്യും. 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവർത്തിച്ച് അവരത് പറഞ്ഞു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ആ ഉത്കടമായ ആഗ്രഹം കേട്ട് വഅൻതി മിൻ അവൈലിഹിം, നിങ്ങൾ അവരിൽ ആ സ്വർഗാർഹരായവരിൽ മുൻപന്തിയിലുള്ളവരിൽ നിങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു എന്നാണ്. ഉമ്മു സുലൈമിൻ്റെ ആ ഒരു മഹനീയമായ ആഗ്രഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രതീക്ഷയിൽ അവർക്ക് ജവാബ് നൽകി. ചരിത്ര പ്രസിദ്ധമായ സൈപ്രസ് യുദ്ധത്തിൽ പങ്കെടുത്ത ഉമ്മു സുലൈം അത് ഉമ്മു ഹറാമിൻ്റെ അടുത്ത് വെച്ചുപോയി. ഉമ്മു ഹറാം ബിന്ത് മൽഹാനാണ്, ഈ ഉമ്മു സുലൈമിൻ്റെ സഹോദരിയാണ്. അത് ഇത് പറഞ്ഞത് ഉമ്മു ഹറാമിൻ്റെ വിഷയമാണ്, ഈ സ്വർഗം ആഗ്രഹിച്ച ഇവരുടെ വിഷയം. പക്ഷേ ഉമ്മു സുലൈം ഞാൻ ആദ്യം പറഞ്ഞ അബൂ തൽഹ ഉമ്മു സുലൈം ദമ്പതികളുടെ വിഷയം. പിന്നെ ഈ ഉമ്മു സുലൈം അവരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഇതുപോലെ കുറേ പ്രത്യേകതകൾ ഉമ്മു സുലൈമിന് നമ്മൾ വായിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിത്തട്ടിൽ അനസിനെ കൊണ്ടുവന്ന് നൽകിയ ഉമ്മു സുലൈമിൻ്റെ ചരിത്രം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് മറ്റേ ചരിത്രമായി ഉമ്മു ഹറാം ബിന്ത് മൽഹാൻ്റെ ചരിത്രമായി പോയി. ഞാൻ ഈ കപ്പൽ കടന്നു പോകുന്ന സ്വർഗാർഹരായ വിഭാഗം അത് ഈ ഉമ്മു സുലൈമിൻ്റെ സഹോദരി ഉമ്മു ഹറാമിൻ്റെ ചരിത്രമാണ്. ഉമ്മു ഹറാമിൻ്റെ ചരിത്രമാണ്. ഉമ്മു സുലൈമിൻ്റേത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റു ചില ചരിത്രങ്ങളാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഉമ്മു സുലൈം അബൂ തൽഹ ദമ്പതികൾക്ക് 9 മക്കൾ. ആ 9 മക്കളും ഖുർആൻ പഠിച്ച മക്കൾ എന്നുള്ളതാണ് ഒരു അൻസാരി അവരുടെ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന ഒരു ഭാഗം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതായ ദുആ അത് മഹനീയമാക്കണം, അത് നമ്മൾ കൃത്യമാക്കണം, നിത്യമാക്കണം. അത് നമ്മൾ മനസ്സറിഞ്ഞ് അതിൻ്റെ ആ ഒരു അദബുകളിൽ നിർവഹിക്കണം. അത് പഠിക്കാനാണ് ഞാൻ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉദ്ധരിച്ചിട്ട് ഇവിടെ ഈ ഒരു ചരിത്രം അനുസ്മരിച്ചത്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയിൽ റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ വ അൻത ഖൈറുൽ വാരിസീൻ എന്ന് പറഞ്ഞു കൊടുത്ത് ഖൈറുൽ വാരിസീൻ എന്ന അള്ളാഹുവിൻ്റെ ആ ഒരു ഗുണം എണ്ണി പറഞ്ഞു. ഖൈറുൽ വാരിസീൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരാണ് എന്ന് ഇബ്നുൽ വസീറിനെ പോലുള്ളതായ ചില പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ചിലർ പറഞ്ഞതല്ല, അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ്, അള്ളാഹുവിൻ്റെ പേര് അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ഉണർത്തിയിട്ടുണ്ട്. രണ്ടായാലും അള്ളാഹുവിന് അങ്ങനെ ഒരു വിശേഷണമുണ്ട് എന്നതിൽ ഒരു തർക്കമല്ല. അതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം അർഹിക്കുന്നവനാണ്. ഇവിടെയുള്ളതെല്ലാം ഒടുങ്ങിയാൽ, തീർന്നാൽ എല്ലാം അനന്തരമെടുത്ത് എന്നെന്നും ശേഷിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ എല്ലാത്തിനെയും അനന്തരമെടുക്കുന്ന അതിവിശിഷ്ടനാണ് ഖൈറുൽ വാരിസീനായ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമവും അതിൻ്റെ പ്രത്യേകതകളും വിശേഷങ്ങളും തുടർന്ന് മനസ്സിലാക്കാം അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി തുണയേകി അള്ളാഹു നമ്മളെയെല്ലാം സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ആഫിയത്തും അഫ്വും അള്ളാഹു അവരിലും നമ്മളിലും കനിയുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها واستقرارها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد
كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.